ഹായ് ആമി, എൻ്റെ ആമയെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. വെളിയിൽ നിന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടല്ലേ. മൈക്ക് ഇരിപ്പുണ്ട്, പക്ഷെ മൈക്ക് വെച്ച് നിങ്ങൾ കേൾക്കുന്നതിലും നല്ലത് എൻ്റെ ഇങ്ങനെയുള്ള ഒച്ച തന്നെ കേൾക്കുന്നതാ. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് സ്കിന്ന് കൊറിയൻ ഗ്ലാസ് സ്കിന്നാക്കാൻ മാർഗമുണ്ടോ. അങ്ങനെ ഒരു മാർഗമില്ല എന്നറിയാം, എങ്കിൽ തന്നെ മാർഗമുണ്ടോ എന്നൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ ഒന്നാമത്തെ ഫേസിൽ സീറം അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങ് ഒരുമ്പെട്ടിറങ്ങി ഏതെങ്കിലും ഒരു സിറം അലർജി ആണെങ്കിലും വേണ്ടിയല്ല. നേരത്തെ ഞാൻ പിൽഗ്രിമിൻ്റെ ഒക്കെ കൊളാബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ സിറം യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ റിസൾട്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അതുമല്ല, അവരുടെ പ്രൊഡക്റ്റ് കുറച്ച് ദിവസം ഞാനിങ്ങനെ ഷെൽഫിൽ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അതൊരു കട്ടയായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്നാണോ എൻ്റെ മുഖത്ത് തേച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. ആ ഒരു 2 വീക്സിൽ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഈ ഒരു സിറം എന്ന് പറഞ്ഞാൽ. ഇതൊരു 130 റുപ്പീസിൻ്റെ ആണ്. കാര്യം നമ്മൾ വെറുതെ 300, 400, 600 രൂപയുടെ സെറമൊക്കെ നമ്മൾ സാധാരണക്കാരെ കൊണ്ട് താകത്തില്ല. ഇതിൻ്റെ അത്യാവശ്യം വലിയ ബോട്ടിന് നല്ല വിലയുള്ളതാണ്. ഇത് ചെറുത് 130 രൂപയേ ഉള്ളൂ. ഡയറക്റ്റ് വേണമെങ്കിൽ വാങ്ങാം. എനിക്ക് 130 രൂപയ്ക്ക് എങ്ങും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ച് തരാം. ട്രൈ ചെയ്യാൻ തുടങ്ങിയതനുസരിച്ച് എൻ്റെ ഫേസിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കൊറിയൻ ഗ്ലാസ് സ്കിന്ന് കിട്ടിയില്ലെന്ന് പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വൈറ്റ് സ്കിൻ എന്നല്ല. ഗ്ലാസ് സ്കിൻ എന്ന് വൈറ്റ് എന്ന് പറഞ്ഞാൽ കൊറിയൻ, ദാറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദെയർ റീജിയൻ, ദെയർ ഫുഡ്, ദെയർ ലൈഫ് സ്റ്റൈൽ, അതൊക്കെയാണ്. പക്ഷെ നമുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് ഒരുപാട് മസാലാസ്, ഓയിൽസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡാണ്. അങ്ങനെയുള്ള ഫുഡൊക്കെ സ്കിന്നിന് അത്ര ഹെൽത്തി അല്ല. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഷുഗർ പോലുള്ള ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഒരുപാട് ഡൾ ആവുന്നുണ്ട്. നമ്മുടെ സ്കിൻ കളർ അതിന് സ്യൂട്ടല്ല. പക്ഷെ അവർ കൂടുതലും ഹാഫ് ഫുഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഒരുപാട് സീ ഫുഡ് അതൊക്കെ കഴിക്കുന്നുണ്ട് അവരുടെ സ്കിൻ അങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കുന്നത്. അതായത് കേട്ടിട്ടുണ്ടല്ലോ, ഗ്ലൂട്ടാത്തയോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അവരുടെ സ്കിന്നും എന്താ പറയുക, അവരുടെ ഹെയറും ഒക്കെ ആ ഒരു സ്റ്റൈലിലേക്കായിരിക്കും കൺവേർട്ട് ആയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ആസ് എ മെഡിറ്ററേനിയൻ പീപ്പിൾസ്, നമുക്ക് നമ്മുടെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മളുടെ ഈ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായിരിക്കും നമ്മുടെ ഹെൽത്ത്, സ്കിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞാൽ അത് വെളുത്ത സ്കിൻ എന്നല്ല. ഗ്ലാസ് സ്കിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലോ എന്നാണ്. എൻ്റെ സ്കിന്ന് ഇപ്പോൾ നോക്ക്, ഇത് ഫിൽറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ, ഫിൽറ്റർ ഇട്ടിരിക്കുന്ന ആളിൻ്റെ ഒറിജിനൽ നിറമല്ല, ഇത് ഫിൽറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ സ്കിന്നിന് നാച്ചുറലി ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ സ്കിന്നിന് ഒരു ചെറിയ ഗ്ലോ ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ സീറം അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്താൽ വെറും 4 തുള്ളിയാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതിങ്ങനെ നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ചില സീറം ഒക്കെ പിടിക്കാത്തവരുണ്ടാവുമല്ലോ നമുക്കിടയിൽ. അങ്ങനെയുള്ളവര് ഈ സംഭവം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത്. 20 രൂപയുള്ള എൻ്റെ മോയ്സ്ചറൈസറിന് ഓൺലി 20 റുപ്പീസ്. ഇതിൻ്റെ 68 റുപ്പീസിൻ്റെ വലുതുണ്ട്, പക്ഷെ ഞാൻ ചെറുതാണ് മേടിക്കുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ നല്ല പ്രൊഡക്ട്സ് അടങ്ങിയിട്ടുള്ളത് ചെറിയ ചെറിയ സാഷയിലും ഏറ്റവും സ്മോളസ്റ്റ് പാക്കിലും ആണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. കാര്യം വലിയ കിച്ചണിൽ ചിലപ്പം അത്രയും രൂപ മേടിച്ചിട്ട് ആ ഒരു ഇതാവണമെന്നില്ല. ഇത് കണ്ടോ, ഇത് തീർന്നു, ഇത്രയും കൂടെ ഉള്ളൂ. പക്ഷെ ഞാൻ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അടുത്തത് മേടിച്ചു. ഇത് കണ്ടോ, ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് 1000, 1500 രൂപയുടെ പ്രൊഡക്ട്സ് കാണിക്കുന്ന പോലുള്ളൊരു സ്റ്റൈലിൽ ഞാനിത് കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അതിനകത്ത് അനുസരിച്ചുള്ളൊരു റിസൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും, ഈ ഒരു കുറഞ്ഞ വിലയുടെ എന്തിനാ വാങ്ങുന്നത്, ഇതുകൊണ്ട് ചേച്ചിക്ക് എന്താ ഗുണം, അതുപോലെ തന്നെ ഇത് നല്ല ബ്രാൻഡൊന്നും അല്ലല്ലോ എന്ന് പറയും. അങ്ങനെയുള്ളവരുടെ അടുത്താണ് എനിക്ക് ഇതുണ്ട്, ഒരു പാട പോലെ ഉണ്ടോ, അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നല്ല ഒന്നാന്തരം ബ്രാൻഡാണ്. അപ്പോൾ ഈ കമ്പനി ഏതാണെന്നുള്ളത് ഞാനിപ്പം പറയാം, ലാക്മേയാണ്. ലാക്മേയിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാര്യം ഇന്ത്യ ഇറക്കിയ ബ്രാൻഡിൽ ഇപ്പം നിൽക്കുന്നതിൽ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രൊഡക്റ്റാണ് ലാക്മേ എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലൊരു ചരിത്രം അറിയാമോ? നമ്മൾ ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങാനായിട്ട് ഒരുപാട് അവരെ ആശ്രയിച്ചപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു ചാച്ചാജിയാണ് ഈ ഒരു ലാക്മേ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മുടെ നാട്ടിൽ തുടങ്ങണമെന്നും പറഞ്ഞ് അങ്ങനെ ലാക്മേ സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ ഇന്ത്യൻ വിമൻസ് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ എനിക്ക് നിങ്ങൾക്കറിയാം, എനിക്ക് അലർജി, ശ്വാസം മുട്ടലൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴേക്കും അപ്പോൾ എനിക്ക് തൊണ്ടയടപ്പ്, തുമ്മൽ, ജലദോഷം, തലവേദന, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ലാക്മേയുടെ പ്രൊഡക്ട്സിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇതുവരെ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വിഷമം കൊണ്ടാണ് ഞാനിതൊക്കെ പരിചയപ്പെടുന്നത്. കാര്യം നമ്മുടെ പൈസ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഇല്ലേ മണിയോ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. നമ്മൾ സാധാരണക്കാരല്ലേ, കുറഞ്ഞ പൈസയ്ക്ക് നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് എങ്ങനെ ഇരിക്കാം എന്ന് ചിന്തിക്കുന്നവരല്ലേ. അപ്പോൾ
അപ്പോൾ വെട്ടം പോയി തുടങ്ങി, മഴ വരാനാന്ന് തോന്നുന്നു. അതാ ഈ സൺസ്ക്രീൻ നോക്കുക, വെറും 100 രൂപയുടെ നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല, വില കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് കിട്ടും. അത് നമ്മൾ തേടി പിടിച്ച് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും യൂട്യൂബിൽ നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. സാധാരണക്കാരാണ് നമുക്കപ്പം വലിയ വലിയ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. വലിയ കാശുള്ള ചേച്ചിമാരെടുത്തേച്ച് ഈ പ്രൊഡക്ട്സ് അങ്ങനെയാണ്, ഇതിങ്ങനെ കഴിക്കും എന്നൊക്കെ പറയും. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ഉണ്ടായോ. എന്താ പറയുക, നല്ല റിസൾട്ട് ഉള്ള ഒരു ഐറ്റം പരിചയപ്പെടുത്തുന്നത്. എത്ര സ്കിന്നിന് കിട്ടും, ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്. എത്ര സ്കിൻ ടൈപ്പുകാർക്ക് ഇത് പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഒരെണ്ണം മേടിച്ചിട്ട് എനിക്ക് 2 മാസത്തിന് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗ്ലൂട്ടാ ഹൈ ആണ്, കണ്ടോ കൈയുടെ ടാൻ മാറാണ്. എൻ്റെ കയ്യിൽ എന്തൊരു ടാനായിരുന്നു എന്നറിയാവോ ഈ ഒരു അടുത്തിടയ്ക്ക്. അയ്യോ, അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അജുമിയാണ് പറഞ്ഞത്, എന്തോ നീ ഗ്ലൂട്ടാ ഹൈ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, വാങ്ങി തേക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞ പ്രകാരം ഞാൻ ഗ്ലൂട്ടാ ഹൈ തേച്ചു. ഇത് കണ്ടോ, ഇത് മുറിഞ്ഞതിൻ്റെ പാടാതെ. ആ ഒരു ഗ്ലൂട്ടാ ഹൈ ഞാൻ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ 2 മാസമായി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്വിറ്റ് ചെയ്ത്, സത്യം പറഞ്ഞാൽ 1 മാസം മിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ക്വിറ്റ് ചെയ്യാതെ ഡെയിലി തേച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ 3 ഐറ്റംസ് ഇല്ലേ, ഇത് 3 നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പിന്നെ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാം. സൺസ്ക്രീന് എന്ന് പറയുന്നൊരു സാധനം പുറത്ത് പോകുമ്പോൾ സൂര്യപ്രകാശത്തെ മാത്രം തടയുന്ന ഐറ്റം അല്ല. പുറത്ത് പോകുമ്പോൾ മാത്രം ഇത് ഉപയോഗിച്ചാൽ പോരാ. നിങ്ങൾ ഓവറായിട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഒരുപാട് ലൈറ്റിൻ്റെ പ്രകാശത്തിരിക്കുന്നവരാണ്, മൊബൈൽ ഒത്തിരി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് തരത്തിലുള്ള റേസ്, അതിപ്പം സൺറേസ് ആയിക്കോട്ടെ, UV റേസ് ആയിക്കോട്ടെ, അതുപോലെ കോസ്മിക് റേസ് ആയിക്കോട്ടെ, ഇൻഫ്രാറെഡ് റേസ് ആയിക്കോട്ടെ, ഇതിലേത് റേസ് ആണെങ്കിൽ തന്നെ അതിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സൺസ്ക്രീനെ കൊണ്ട് കഴിയും. അത് കഴിഞ്ഞാൽ ഒരു 50++ ഒന്നും വേണമെന്നില്ല, 30+ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ തന്നെ അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ സ്കിന്നിനൊക്കെ പ്രൊട്ടക്റ്റീവ് ആണ്. പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയ വേറെ മോയ്സ്ചറൈസറാണ്, ഇത് കണ്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ്, ഈ ഡോട്ടാൻകിയുടെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്. വൈറ്റമിൻ സി ആണ്, അടാറ് സ്മെല്ലാണ് കേട്ടോ. നോക്കിയേ, വൈറ്റമിൻ സി ഡോട്ടാൻകിയാണ്. ഇത് ചെറുതിന് തന്നെ 199 ഉള്ളൂ, 3-4 ഐറ്റംസ് കൂടിയിട്ട്. പക്ഷേ ഇതിന് വലുതുണ്ട് 500 എബവ് ആണ്. ഇതുപോലെ ചെറുത് മേടിച്ച് നിങ്ങൾ റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇതിങ്ങനെ മുഖത്ത് തേക്കുമ്പോഴേ മുഖം ഇങ്ങനെ ബ്ലും എന്നും പറഞ്ഞിട്ടിരിക്കും. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് വൈറ്റമിൻസിൻ്റെ മോയ്സ്ചറൈസർ. ഒരുപക്ഷെ വൈറ്റമിൻ സി ഒക്കെ പിടിക്കുന്നതാണ്, നിങ്ങൾ മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യണം. എൻ്റെ വലുത് മേടിച്ച് ഞാൻ മെനക്കെട്ടിട്ടില്ല, കാര്യം ഞാൻ ഇതിൻ്റെ ചെറുത് യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ എനിക്ക് ഇതുപോലെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ റിക്വസ്റ്റ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ ബൈ, സാറാങ്യോ.